പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നിശ്ചലമായ നാമത്തിൽ തന്നെ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗ്രൂപ്പിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിൽ എന്റെ സ്നേഹവന്ദനം. തുടർന്ന് നമുക്ക് അല്പസമയം ദൈവവചനം കേൾക്കാൻ പോവുകയാണ്. ഇന്ന് ചില നിമിഷം മുമ്പാണ് ഞാൻ രാകേഷ് ഭാഷയുടെ തിരുവചനം ശുശ്രൂഷിക്കാനായിട്ട് ആവശ്യപ്പെട്ടത്. എന്നാൽ മടികൂടാതെ ദേവദാസൻ ഏറ്റെടുക്കാനിടയായി തീർന്നു. ചില ആഴ്ചകൾക്ക് മുമ്പ് പറഞ്ഞിരുന്നെങ്കിലും റേഞ്ചിൻ്റെതായ പ്രശ്നം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പ്രിയ ദേവദാസൻ വളരെ താല്പര്യത്തോടുകൂടെ തിരുവചനം ശുശ്രൂഷിക്കാമെന്ന് ഏറ്റെടുക്കുകയും ഇന്ന് നമ്മൾ ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുകയും ചെയ്തല്ലോ. തുടർന്നുള്ള സമയം വളരെ പ്രാർത്ഥനയോട് കൂടിയായിരിക്കാം. കർത്താവദാസൻ രാകേഷ് ഭാഷയെ വളരെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ബ്ലസ് മീഡിയയുടെ 2024 വർഷം മാർച്ച് മാസത്തിൻ്റെ ഈ പ്രാരംഭ ഞായറാഴ്ച നമുക്കിങ്ങനെ കൂടുവാൻ കർത്താവ് നമ്മുടെ കാഴ്ചക്കാരനെ ഓർത്ത്, കർത്താവിൻ്റെ വിശ്വസ്തയോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വർഷത്തിന് ഈ പുതിയ മാസവും 3-ാമത്തെ മാസവും കർത്താവ് നമുക്ക് ദാനമായി നൽകി ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമുക്ക് നൽകുന്ന എല്ലാ സാവകാശങ്ങൾ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കഴിഞ്ഞ 2 മാസവും അത്ഭുതമായി നമ്മളെയും നമ്മളെ കുടുംബങ്ങളെയും കർത്താവ് നമ്മളെ ഏൽപ്പിച്ച സഭകളെയും സഭാപ്രവർത്തനങ്ങളെയും ബ്ലസ് മീഡിയയുടെ പ്രവർത്തനങ്ങളെയും കർത്താവ് ഉള്ളംകൈയിൽ വഹിച്ച് അത്ഭുതമായി നടത്തിയ കർത്താവിൻ്റെ മഹാദയോർത്തും കർത്താവിൻ്റെ വിശ്വസ്തയോർത്തും കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന ഇന്നത്തെ ഈ യോഗത്തിൽ ഇത്രയും ജനങ്ങൾക്ക് കൂടി വരുവാൻ ദൈവസന്നിധിയായിരിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. മീഡിയയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും പ്രത്യേക ദൈവദാസന്മാർക്കും യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് പകൽ അനുഗ്രഹിക്കപ്പെട്ട സഭായോഗങ്ങൾ കർത്താവ് നമുക്ക് നൽകിയതോർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അതിശയം അത്ഭുതമായാണ് കർത്താവ് നമ്മൾ ഓരോ ദിവസം നടത്തുന്ന ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആയിരിക്കുന്ന ദേശങ്ങളിൽ കർത്താവിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് നിയോഗം നൽകി ദൈവസഭകളെ ശുശ്രൂഷിപ്പാൻ കർത്താവ് ആക്കി വെച്ച ആ കൂട്ടങ്ങളെ കൃപയിൽ ആശ്രയിച്ച് നടത്തുവാൻ കർത്താവ് ഇന്നോളം നിങ്ങളെ സഹായിക്കുന്ന കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഇന്ന് ഞങ്ങൾ കടന്നുപോയ സഭയിലും അവിടെ ഒരു കുടുംബം, ഭാര്യയും ഭർത്താവും രണ്ടുപേരും പറഞ്ഞ സാക്ഷ്യം ഒരേ സാക്ഷ്യം തന്നെയായിരുന്നു. എന്നാൽ രണ്ടുപേരും കൂടി അത് കർത്താവ് വലിയ വിടുതൽ അവർക്ക് ഇന്നലെ രാത്രി ചെയ്ത കാര്യം ഇന്ന് പ്രഭാതത്തിൽ അത് മനസ്സിലാക്കുവാനും അത് ദൈവസഭ വന്നപ്പോൾ പ്രസ്താവിച്ചു. കിടന്നുറങ്ങിയപ്പോൾ ഗ്യാസ് സ്റ്റൗ അത് ഓൺ ചെയ്ത് ഇട്ടിട്ടാണ് അവർ കിടന്നുറങ്ങിയത്. അറിയാതെ, ക്ഷീണം കൊണ്ട് അവരറിയാതെ അത് ഓഫ് ചെയ്യാൻ. പ്രത്യേകം ഭർത്താവാണ് അവസാനം അത് ഉപയോഗിച്ചത്. വെള്ളം ചൂടാക്കി കൊടുത്ത്, ഭാര്യയ്ക്ക് വെള്ളം ചൂടാക്കി കൊടുത്ത ശേഷം അത് ഓഫ് ചെയ്യാൻ മറന്നുപോയി. അങ്ങനെ തന്നെ അവർ കിടന്നു. പ്രഭാതം എണീറ്റ് ഒരു ആപത്തോ പ്രയാസമോ ഇല്ലാതെ കർത്താവ് അവരെ കാത്ത വലിയൊരു ദുരന്തത്തിൽ നിന്ന് കർത്താവ് പിടിച്ചോർത്ത് അങ്ങനെ ഈ സന്ധ്യാസമയം കർത്താവിനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യും. അവരെ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരെയും ഓരോ നമ്മുടെ യാത്രകളിൽ നാം വീട്ടിലായിരിക്കുമ്പോഴൊക്കെ പ്രത്യേകമായ സഹോദരി പറഞ്ഞത് തനിക്ക് എപ്പോഴും മറവിയുടെ ഒരു അനുഭവമുണ്ട്. സ്തോത്രം. എന്നാൽ നമ്മൾ മറക്കുമ്പോഴും മയങ്ങാത്തവനായി കർത്താവ് കഴിഞ്ഞ രാത്രിയും നമ്മളെല്ലാവരും നമ്മുടെ ഭവനങ്ങളിലായിരുന്നപ്പോൾ കർത്താവ് നമ്മളെ സംരക്ഷിച്ചു, പരിപാലിച്ചു. ആ പരിപാലകൻ്റെ ദയോർത്ത് വിശ്വസ്യോർത്ത് കർത്താവിനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. നല്ല ഞാനെപ്പോഴും പറഞ്ഞ കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ ഈ ഞായറാഴ്ച ഈ പ്രഭാതത്തിലും നാം എഴുന്നേറ്റ് സ്വന്തം കുളിക്കാൻ നേരത്ത് കാല് വഴുതി വീഴാതെ, എല്ലാം നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ ഇറങ്ങി പോകുമ്പോൾ സ്തോത്രം സ്റ്റെപ്പ് നിന്ന് വീഴാതെ കർത്താവ് നമ്മളെ കാത്തു. സ്തോത്രം. ചെറിയ ചെറിയ നമ്മുടെ ജീവിതത്തിന് ആപത്തുകൾ വരുമ്പോൾ അവിടെ എല്ലാം കർത്താവ് നമ്മളെ താങ്ങിയ കർത്താവിൻ്റെ അത്ഭുതം പ്രവർത്തിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. എത്ര വർണ്ണിച്ചാലും എന്ന സംഗീതകാരന്മാർ എത്ര വർണ്ണിച്ചാലും കർത്താവിൻ്റെ അത്ഭുതങ്ങൾ ഓർക്കുമ്പോൾ അത് എണ്ണി തന്നെ സ്തുതിപ്പാൻ നാം സമയം എടുക്കുന്ന ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്ന സ്തോത്രം. എല്ലാ കാര്യങ്ങളും നമുക്ക് സഭയിൽ പോയി പ്രസ്താവിച്ച് അത് പറയുവാനും ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കില്ല. മാത്രമല്ല, നമുക്ക് കിട്ടുന്ന 2 മണിക്കൂർ 3 മണിക്കൂർ സമയങ്ങളിൽ അതെല്ലാം ഓർത്ത് ചിന്തിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും സാധിക്കില്ല. കാരണം നമുക്ക് ലഭിക്കുന്ന 1 മണിക്കൂർ ആരാധന സമയം ചിലപ്പോൾ അരമണിക്കൂർ ഓരോ സമയങ്ങൾ വ്യത്യാസമാണല്ലോ ഓരോ സഭയിലും. അതുകൊണ്ട് ആ സമയങ്ങൾ ഉള്ള സമയം കൊണ്ട് എല്ലാം ചിന്തിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അതിനുവേണ്ടിയാണ് അത് നമ്മുടേതായ
പ്രഭാത പ്രാർത്ഥനയിലും ഓരോ ദിവസം രാത്രി കിടക്കുന്ന മുമ്പേ ഉള്ള നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നമ്മൾ ഓർത്ത് കർത്താവ് ചെയ്ത ആ ഒരു ദിവസം ചെയ്ത പ്രവർത്തികൾ ഓർത്ത് അവനെ സ്തുതിക്കുവാൻ ദൈവം നമുക്ക് നൽകുന്ന ആയുസ്സിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. വേഗത്തിൽ 1-2 കാര്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ ഇരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം രാജൻ പാസ്റ്ററെ ഓർത്തും അതുപോലെ സനോജ് പാസ്റ്ററിനായ കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. ലിൻഡോ പാസ്റ്ററും ബിനോ പാസ്റ്ററിനായി ശ്രദ്ധിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഈ പ്രവർത്തനങ്ങൾ കർത്താവിൻ്റെ താമസിച്ചാൽ നമുക്ക് ആയുസ് മാർഗം നൽകിയാൽ അത് മറ്റനേകരും കൂടി ഇതിൽ ജോയിൻ ചെയ്യുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഞാനിതിൽ ജോയിൻ ചെയ്ത നാൾ മുതൽ സ്വതം എന്നുമുള്ള എൻ്റെ പ്രാർത്ഥനയാണ് കൂടുതൽ ദൈവദാസന്മാർ, കൂടുതൽ ദൈവമക്കൾ ഇതിൽ പങ്കെടുത്ത് സ്വത്രം അതിനായ അനുഗ്രഹങ്ങൾ, ചെറിയ കൂട്ടത്തിൻ്റെ അനുഗ്രഹം അവരും കൂടി അനുഭവിക്കണം എന്നുള്ള പ്രാർത്ഥനയാണ് എനിക്ക് എന്നും ഉള്ളത്. സ്വത്രം ലഭിക്കുന്ന അവസരങ്ങൾ ശുശ്രൂഷിപ്പാൻ കർത്താവിൻ്റെ ദാസന്മാർ എന്നോട് കാണിക്കുന്ന സ്നേഹത്തെ ഓർത്ത് ആദരവിനെ ഓർത്ത് സ്വത്രം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അപ്പോസ്തലൻ പൗലോസ് തീമോത്തിയോസിനെ എഴുതുന്ന 2 ലേഖനങ്ങളുണ്ട്. ആ ലേഖനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ വേഗത്തിൽ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മൾ അധികവും കർത്തദാസന്മാരാണല്ലോ സ്വത്രം. അതുകൊണ്ട് ഞാനും ഈ ഭാഗങ്ങളിൽ അധികം സ്വത്രം വചനങ്ങൾ പങ്കുവെച്ചിട്ടില്ല. 1-2 വചനങ്ങൾ സഭകളിൽ പങ്കുവെച്ചതല്ലാതെ പൊതുവേ ഈ ഭാഗങ്ങളിൽ നിന്ന് സ്വത്രം ഒരുമിച്ച് ഞാൻ ശുശ്രൂഷ ചെയ്തിട്ടില്ല, അതിന് ആവശ്യം വന്നിട്ടില്ല. പക്ഷേ ഇന്ന് ദൈവാത്മാവ് പാസ്റ്റർ ഈ കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ദൈവാത്മാവ് തന്നെ എന്നോട് ഇടപെട്ട ഒരു കാര്യമായിരുന്നു. തീമോത്തിയോസിന് ലേഖനം 2 ലേഖനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ, ആദ്യത്തെ ലേഖനം 6 അധ്യായങ്ങളിൽ നിന്ന് വേഗത്തിൽ 6 വാക്യങ്ങൾ ഒന്ന് പങ്കുവെക്കുവാൻ മാത്രം ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്വത്രം പൊതുവെ അറിയപ്പെടുന്ന പോലെ ഇത് പാസ്റ്റർ അല്ലെങ്കിൽ ദേവദാസന്മാർക്ക് വേണ്ടിയുള്ള ലേഖനങ്ങളാകുന്നു എന്ന് ചിലർ പറയുന്നു, മറ്റു ചിലർ അത് അങ്ങനെ പറയുന്നില്ല. എന്നാൽ പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് അത് കർത്തദാസന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ സഭയുടെ ലേഖനങ്ങളായിട്ടാണ്. 1 തീമോത്തിയോസും 2 തീമോത്തിയോസും അതുപോലെ തീത്തോസിൻ്റെ ലേഖനം, 3 ലേഖനങ്ങൾ ഇടയ ലേഖനങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത്. അവിടെ ഇടയന്മാർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് സത്യമാണെങ്കിൽ തന്നെ അത് അവർക്കായിട്ട് മാത്രമുള്ള കാര്യമല്ല, ദൈവസഭയ്ക്ക് ഉൾപ്പെട്ട കാര്യങ്ങളാണ്. ദൈവസഭയും കൂടി അറിയാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്. എങ്ങനെ ഒരു സഭ നയിക്കേണ്ടത്, എങ്ങനെയൊക്കെ ആണ് ചെയ്യേണ്ടത്, ഒരു പാസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമല്ല, സഭാവിശ്വാസികളും കൂടി അവരുടെ ജീവിതത്തിൽ ജീവിക്കുകയും ആവർത്തിക്കുകയും ചെയ്യേണ്ട അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ലേഖനങ്ങൾ പറയുന്നത്. സ്തോത്രം. അതിൽ തീമോത്തിയോസ് അപ്പോസ്തലൻ പൗലോസിൻ്റെ ശിഷ്യനായിരുന്നു. പൗലോസ് തന്നെ തിരഞ്ഞെടുത്ത് കർത്താവിൻ്റെ ആത്മാവിനാൽ തന്നെ നയിക്കുവാനും തന്നെ അനേക കാര്യങ്ങൾ പഠിപ്പിക്കുവാനൊക്കെ പൗലോസിന് സാധിച്ചിട്ടുണ്ട്. തീമോത്തിയോസിനെ ധൈര്യപ്പെടുത്തുവാൻ വളരെ അധൈര്യശാലിയായ ഒരു മനുഷ്യനായിരുന്നു, ഒരു യൗവനക്കാരനായിരുന്നു. എന്നാൽ സ്വന്തം ദൈവാത്മാവിൻ്റെ ശക്തി തന്നിൽ പകർന്നു വന്നപ്പോൾ അത് നിലനിർത്തുവാനുള്ള ആവശ്യകത പൗലോസ് തന്നെ പ്രബോധിപ്പിക്കുകയും അത് തൻ്റെ പൗലോസ് ശുശ്രൂഷ മുഖാന്തരം തീമോത്തിയോസിനെ പഠിപ്പിക്കുകയും ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു തലമുറ, അടുത്തുള്ള തലമുറയ്ക്ക് അത് വിശ്വാസവും ആത്മശക്തിയും ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഉപദേശങ്ങൾ അത് പ്രമാണിച്ച് ജീവിച്ച് കാണിച്ചു കൊടുക്കുന്ന അനുഭവം പൗലോസിനുണ്ടായിരുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ ദൈവാത്മാവിൻ്റെ പ്രേരണയിൽ തന്നെയാണ് താനിത് എഴുതുന്നത്. സ്തോത്രം. ബൈബിളിലെ 66 പുസ്തകങ്ങളും ദൈവാത്മാവിൻ്റെ പ്രേരണയിലാണല്ലോ എഴുതപ്പെടുന്നത്. സ്വതം പലരും അത് മറ്റുള്ള വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ രീതികളൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിലും സ്വതം ശക്തമായി തന്നെ ദൈവാത്മാവിൽ തന്നെ എഴുതപ്പെട്ട ലേഖനങ്ങളായതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നത്. പൗലോസ് അത് ആരംഭിക്കുമ്പോൾ സ്വതം പ്രാരംഭമായി ഒരു വാക്യം കുറിവാക്യമായിട്ട് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. 1 തീമോത്തിയോസിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. 1 തീമോത്തിയോസ് 4:6 അവിടെ പൗലോസ് പറയാണ്, ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച വിശ്വാസത്തിൻ്റെയും സതുപദേശത്തിൻ്റെയും വചനത്താൽ പോഷണം ലഭിച്ച് ക്രിസ്തു യേശുവിന് നല്ല ശുശ്രൂഷകനാകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു ശുശ്രൂഷകന് ആവശ്യമുള്ള കാര്യമാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ ഇത് താൻ അനുഭവിച്ചത്, പൗലോസ് അനുഭവിച്ചത്, ദൈവാത്മാ തന്നോട് ഇടപെട്ടത്, സംസാരിച്ചത്, താൻ എഴുതിയത്, അത് സ്വന്തം കാരാഗ്രഹത്തിൽ തന്നെ എഴുതുന്ന അനുഭവങ്ങളുണ്ട്. തൻ്റെ ജീവിതത്തിൽ ഓരോ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവാത്മാ തന്നെ കൊണ്ട് എഴുതിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ്, ഞാൻ നിന്നോട് പറഞ്ഞ ഈ കാര്യങ്ങൾ നിൻ്റെ ഉള്ളിൽ വെക്കുക മാത്രമല്ല, അത് സഭയിൽ അത് പ്രസ്താവിക്കണം. ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ, അപ്പോൾ ഗ്രഹിപ്പിക്കേണ്ട ആവശ്യങ്ങളാണ്. കർത്താവ് താൻ തന്നെ പറഞ്ഞ് നിങ്ങൾ പഠിപ്പിക്കണം, നിങ്ങളത് ആചരിക്കണം എന്നൊക്കെ പഴയ നിയമം മുതൽ ഉള്ള ദൈവത്തിൻ്റെ സർവശക്തനായ ദൈവത്തിൻ്റെ ആലോചന
ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വെറും ഒരു പ്രസംഗം പ്രസംഗിച്ച് പോകുന്ന ഒരു അനുഭവമല്ല, ആ പ്രസംഗത്തിൻ്റെ ആ സത്ത് അല്ലെങ്കിൽ അത് മനസ്സിലാക്കി കൊടുത്ത് ആ ഉപദേശം പഠിപ്പിച്ച് അത് അനുസരിക്കാൻ വേണ്ടിയാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്കുള്ള അത് ദൈവത്തിൻ്റെ ആലോചന പ്രബോധനം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ പൗലോസോട് പറയുകയാണ്, സഹോദരന്മാരെ നീ ഈ പ്രാപിച്ച് ഞാൻ നിന്നോട് ഇത് പറയുന്നത് അത് നീ മറ്റുള്ളവരെ സഭയിലുള്ള സഹോദരൻ താൻ ആ സമയത്ത് തിമോത്തിയോസ് എഫെസോസിലെ സഭയിൽ ഇടയനായിരിക്കുമ്പോഴാണ് ഈ ലേഖനം തനിക്ക് എഴുതുന്നത്. എഫെസോസ് സഭ സ്ഥാപിക്കപ്പെട്ടത് പൗലോസിൻ്റെ പരിശ്രമം ദൈവകൃപയും ആത്മശക്തിയാൽ ആണ് അത് സ്ഥാപിക്കപ്പെടുന്നത്. വളരെ പോരാട്ടം താൻ കഴിച്ചു. മൃഗ പോരാട്ടം എന്ന് താൻ പറയുന്നുണ്ട്. സിംഹങ്ങളായിട്ടൊരു യുദ്ധം ഉണ്ടായെന്നും ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. എങ്ങനെ തന്നെ ആയാലും അത് ആ സഭയെ മാത്രമല്ല ഏത് സഭ പ്രവർത്തനം അത് നിങ്ങൾ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ അവിടുത്തെ സഭയിൽ ഇന്ന് ആയാൽ പോലും നമുക്കൊരു യുദ്ധമുണ്ട്. പ്രത്യേകിച്ചും കർത്തദാസന്മാർക്കൊരു യുദ്ധമുണ്ട്. സഭയുടെ ആരംഭമായാലും ഒരു സഭ സ്ഥാപിക്കപ്പെട്ട് അതിൻ്റെതായ 10-50 വിശ്വാസികൾ ഉണ്ടെന്ന് പറഞ്ഞാലും 100-500 വിശ്വാസി ഉണ്ടെന്ന് പറഞ്ഞാലും അത് പോരാട്ടമുള്ള ഒരു മേഖലയാണ് കർത്താവിൻ്റെ ശുശ്രൂഷകൾ. പക്ഷെ അവിടെ എല്ലാം മാനുഷികമായ ചിന്ത കൊണ്ടല്ല, മാനുഷികമായ ബലം കൊണ്ടല്ല, എൻ്റെ ആത്മാവിനാൽ എന്ന് പറയുന്ന പോലെ കർത്താവിൻ്റെ ആത്മാവിനാലും കർത്താവിൻ്റെ ആലോചന പ്രകാരമാണ് നാം മുന്നേറുന്നത്. ഒരു യുദ്ധക്കളത്തിലാണല്ലോ നാം ആയിരിക്കുന്നത്. അപ്പോൾ ആ യുദ്ധക്കളമൊക്കെ അതിന് അഭ്യാസങ്ങൾ പൗലോസ് അനുഭവിച്ചു. അനേക വർഷങ്ങൾ അത് അനുഭവിച്ചിട്ടാണ് താൻ ഇത് എഴുതുന്നത്. ഒരു വർഷം കൊണ്ട് അനുഭവിച്ച് എഴുതുന്ന കാര്യമല്ല, ചില വർഷങ്ങൾ ഇത് അനുഭവിച്ച് പഠിച്ച് ആണ് തിമോത്തിയോസ് എഴുതുമ്പോൾ പറയാണ്, നീ മാത്രം ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ പോരാ, അത് സഹോദരന്മാരെ ഗ്രഹിപ്പിക്കണം. ഓരോരുത്തർക്കും ഗ്രഹിക്കുന്ന ഒരു അളവ് വ്യത്യാസമാണ്. നമുക്കറിയണം, സ്കൂളിൽ പഠിച്ച കാലം, നമുക്ക് കോളേജിൽ പഠിച്ച കാലം, ബൈബിൾ സ്കൂളിൽ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കൂടെ പഠിച്ചവർ പലരും ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ കഴിവാണ്, അല്ലെങ്കിൽ കഴിവെല്ലാം ഉദ്ദേശിച്ച് ഗ്രഹിക്കുവാനുള്ള ശക്തി അത് വ്യത്യാസമാണ്. അത് അറിഞ്ഞാണ് ടീച്ചേഴ്സ് നമ്മളെ പഠിപ്പിക്കുന്നത്, അധ്യാപകർ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവർക്കെന്താണ്, അവർക്കുള്ള അത് അഭ്യാസം ലഭിച്ചിട്ടാണ്, ട്രെയിനിങ് ലഭിച്ചിട്ടാണ് അവർ നമ്മെ വന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു 50 പിള്ളേർ അല്ലെങ്കിൽ 30 പിള്ളേരുണ്ടെന്ന് വിചാരിച്ചാൽ ആ 30 പിള്ളേർക്കും വ്യത്യസ്ത രീതിയിലാണ് ഗ്രഹണ ശക്തി അല്ലെങ്കിൽ ഗ്രഹിക്കാനുള്ള ശക്തിയുള്ളത്. അവരുടെ ജീവിതത്തിൽ അവരുടെ മനസ്സിലത് ഉൾക്കൊള്ളാനുള്ള കഴിവ്, അതിനെ ഓർത്ത് വെക്കാനുള്ള കഴിവൊക്കെ ഓരോരുത്തർക്കും വ്യത്യാസമാണ്. അപ്പോൾ അതെന്തുതന്നെയായാലും ഗ്രഹിക്കാൻ വേണ്ടിയാണ് നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കുന്നത് എന്ന് പറയുന്ന പോലെ തന്നെ ദൈവവചനവും അത് ഗ്രഹിക്കാൻ വേണ്ടിയാണ് സർവശക്തൻ ദൈവം നൽകിയത്. വെറുതെ വായിച്ചു വിടാൻ വേണ്ടിയോ നമ്മുടെ ആശ്വാസത്തിന് വേണ്ടി ചിലത് വായിച്ച് ആശ്വസിക്കാൻ വേണ്ടിയല്ല. സകല പ്രമാണങ്ങളും സകല വചനങ്ങളും അത് ആത്മീയ വർധനയ്ക്കാണ്. നമ്മെ തന്നെ കാണുവാൻ, അതേസമയം മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുവാൻ, മറ്റുള്ളവരെ ബലപ്പെടുത്തുവാൻ, സൗഖ്യമാക്കുവാൻ എന്നൊക്കെയാണ് വചനത്തിൻ്റെ ആവശ്യകത. അപ്പോൾ പൗലോസോട് പറയാം, നീ ഇത് ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച വിശ്വാസത്തിൻ്റെയും സദുപദേശത്തിൻ്റെയും വചനത്താൽ പോഷണം ലഭിച്ചു. അപ്പോൾ വിശ്വാസത്താലും അത് സദുപദേശത്തിന് ഈ വചന നിമിത്തം പോഷണം ലഭിക്കുന്ന ഒരു മനുഷ്യന് മാത്രമല്ല കർത്തദാസന്മാരെ നമുക്ക് ഒരു പോഷണം ലഭിക്കുന്നത്. ആ പോഷണത്തിൻ്റെ അത് ലഭിച്ച പോഷണം അത് വൃഥാവായി പോകല്ലേ. അത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? അത് സഭയിൽ അത് പ്രസ്താവിക്കുമ്പോഴാണ്, സഭയിലെ നമ്മൾ സഹോദരിമാരെ കുടുംബങ്ങളെ പഠിപ്പിക്കുമ്പോഴാണ്, കുഞ്ഞുങ്ങളെ അത് ഗ്രഹിപ്പിച്ചാൽ എന്നാൽ പഠിപ്പിക്കുമ്പോഴാണ് ആ പോഷണത്തിൻ്റെ ഗുണം മനസ്സിലാക്കുന്നത്. അപ്പം നാം ഗ്രഹിച്ചത്, നാം പഠിച്ചത് ബൈബിൾ സ്കൂളിൽ പലപ്പോഴും ഞാൻ ചിന്തിക്കുന്ന കാര്യമാണ്. 3 വർഷമൊക്കെ ചിലരൊക്കെ BTH-ഉം BD-യും MTH-ഉം ഒക്കെ എടുത്തിട്ടും ദൈവസഭകളിൽ നമ്മൾ അത് ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന ചരിത്രം പഠിപ്പിക്കുന്നില്ല. വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ആദിമ നൂറ്റാണ്ടിൽ ഒത്തിരി ചരിത്രം നമുക്ക് അറിയുന്ന, നമ്മൾ പഠിച്ച ചരിത്രം ചെറുതായാലും വലുതായാലും അത് നമ്മൾ പഠിച്ചത് നമ്മൾ ദൈവമക്കൾക്ക് അത് പഠിക്കാൻ സാഹചര്യമില്ല. ഇന്ന് ഓൺലൈനിലൊക്കെ സാഹചര്യം ഉണ്ടെങ്കിൽ എല്ലാവർക്കും അത് പഠിക്കാൻ സാഹചര്യമില്ല. അപ്പോൾ ആ 1-ാം നൂറ്റാണ്ടിൽ അവർ അനുഭവിച്ച ആ സഭകൾ പെന്തക്കോസ്ത് സഭ അവരനുഭവിച്ച പീഡകൾ, വേദനകൾ, പ്രയാസങ്ങൾ, നിന്ദകൾ എന്തൊക്കെയാണെന്ന് അവർക്കറിയില്ല. മാത്രമല്ല ഈ നൂറ്റാണ്ടിൽ നമുക്ക് മുമ്പായി നടന്ന് ജീവിച്ച മരിച്ചുപോയ ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന കർത്തദാസന്മാർ, പാസ്റ്റർമാർ മാത്രമല്ല, പ്രവാചകന്മാർ മാത്രമല്ല, സാധാ വിശ്വാസ്യത പോലും അവരുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ വിശ്വാസികൾക്ക് പലർക്കും അറിയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കുവാൻ അതുകൊണ്ടും കൂടിയാണല്ലോ നാം വചനം ബൈബിൾ സ്കൂളിൽ പോയിട്ട് നമ്മളത് പഠിക്കുന്നത്. നമുക്ക് ലഭിച്ച ആ ബുദ്ധി, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ച വചനം, ആ സത്യങ്ങൾ, ആ മർമ്മങ്ങൾ, അല്ലെങ്കിൽ ആ ചരിത്രം സഭാവിശ്വാസികളും കൂടി മനസ്സിലാക്കാൻ വേണ്ടി കർത്താവ് നമ്മളെ അത് പഠിപ്പിക്കാനുള്ള സാഹചര്യം നമുക്ക് ഒരുക്കിയതോർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്തു. അപ്പോൾ അവിടെ പറയാണ്, വിശ്വാസത്തിൻ്റെയും സദുപദേശത്തിൻ്റെയും വചനത്താൽ പോഷണം നിനക്ക് ലഭിച്ചു. അത് നീ ഉപയോഗിച്ചാൽ
അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്താലേ നിനക്കത് അനുഗ്രഹമായി തീരുള്ളൂ. അത് നിനക്കും മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് നീ ക്രിസ്തു യേശുവിന് നല്ല ശുശ്രൂഷകൻ ആകുന്നത്. സ്തോത്രം. അപ്പം നല്ല ശുശ്രൂഷകൻ ആകുന്നു എന്ന് പറയുന്നത് 1000 പേരെ നേടിയതല്ല. സ്തോത്രം. അതിൽ ഒരാളാണ് നേടിയതെങ്കിൽ, ആ ഒരു കുടുംബത്തെയാണ് നമ്മൾ നേടിയെങ്കിൽ ആ കുടുംബത്തെ ദൈവസന്നിധിയിൽ സ്തോത്രം വിശുദ്ധരായി നിലനിർത്തുവാൻ, അവരെ വചനം പഠിപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഉപവസിച്ച് കരഞ്ഞ് അവരെയും അതുപോലെ തന്നെ വേറെ ഒരു ആത്മാവിനും കൂടി നേടുവാൻ, വേറെ കുടുംബത്തെയും കൂടി നേടുവാൻ പ്രാപ്തരാക്കി തീർക്കുന്ന ഒരു അനുഭവമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം, കൃപയും എന്ന് ഞാൻ വചനം നമ്മളെ പഠിപ്പിക്കുന്നു, വ്യക്തമായി പഠിപ്പിക്കുന്നു. പലർക്കും ഇന്ന് നമുക്ക് പലരുടെ പല നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്ത അനുഭവം അങ്ങനെയാണല്ലോ. ഞങ്ങളുടെ സഭയിൽ 500 പേരുണ്ട്, 1000 പേരുണ്ട്, 2000 പേര് കൂടുന്നൊക്കെ വലിയ അത്ഭുതം അടയാളം സംഭവിക്കുന്നു എന്നൊക്കെയാണ്. പക്ഷേ അതല്ല ഉപരിയായി അങ്ങനെ വലിയ സഭകൾ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കിയ ഒരു കാര്യം, സ്തോത്രം, പൊതുവേ എന്ന കാര്യം ഞാൻ പറയുന്നത്, പക്ഷേ വ്യക്തിപരമായി ഞാൻ മനസ്സിലാക്കിയത് വലിയ സഭയിലായാലും സ്തോത്രം അവർക്ക് ആത്മീയമായ വളർച്ചയില്ല. സ്തോത്രം. പിന്നെ ചില സഭകൾ അവർ സെല്ലുകൾ രൂപീകരിക്കുന്നുണ്ട്, എന്നാലും സെല്ലുകൾ കൂടി വരുന്നുണ്ട് ആഴ്ച. കാരണം വലിയ പാസ്റ്ററിന് 2000 സഭയിലെ പാസ്റ്ററിന് എല്ലാ വീടുകളും പോകാൻ സാധിക്കില്ല. അവർ വലിയ വീട്ടുകാരും പണമുള്ള ആൾക്കാരുടെ അടുക്കൽ മാത്രം പോകാറുള്ളൂ. അപ്പോൾ സെല്ല് രൂപീകരിച്ച് സെല്ലിലെ സെൽ ലീഡറും അവർ പോയി വിസിറ്റിംഗ് ചെയ്യുന്നത്. എന്നാലും ആ ആത്മീയ വർധന പ്രാപിക്കാത്ത അനുഭവങ്ങൾ ഞാൻ വ്യക്തിപരമായി കാണുകയും കേട്ടിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ അത് കാരണം പഠിപ്പിക്കാത്തതുകൊണ്ടാണ്. അവർ തന്നെ സ്വയമായി ആത്മീയ വർധന പ്രാപിക്കണം. നമ്മുടെ അതേ ഇടയ കൂട്ടങ്ങളും നമ്മുടെ സഭാവിശ്വാസികൾ അവർ തന്നെ സ്വയം പര്യാപ്തമായി തീർന്ന അനുഭവം, അവർ തന്നെ വചനം വായിക്കുന്ന, പഠിക്കുന്ന, അതിൽ രസിക്കുന്ന അനുഭവം അവർക്ക് അതേ ഉണ്ടാകണം. പാസ്റ്ററിൽ മാത്രം ആശ്രയിക്കുകയല്ല, സഭയിൽ മാത്രം ആശ്രയിക്കുകയല്ല. സ്തോത്രം. അവർ സഭയ്ക്ക് ആത്മീയ വിഷയങ്ങൾ കൊടുക്കുന്നവരായി തീരുവാൻ, സാമ്പത്തിക വിഷയത്തിൽ മാത്രമല്ല, അവരുടെ ശരീരം കൊണ്ട് ചെയ്ത ഒരു അധ്വാനം മാത്രമല്ല. ഒരു മീറ്റിംഗ് വെക്കുമ്പോൾ അതേ സ്തോത്രം, ഇന്നത്തെ കാലത്ത് നമ്മൾ ഓർഡർ കൊടുക്കുകയാണ്. ഓർഡർ കൊടുത്താലും വന്ന് വിളമ്പാനും അത് കഴുകുവാനും എടുത്തു വെക്കാനും ടേബിൾ ചെയറൊക്കെ എടുത്തു വെക്കേണ്ട ആവശ്യങ്ങളുണ്ടല്ലോ. പക്ഷേ അത് മാത്രം ഒരു ശാരീരികമായ ഒരു അഭ്യാസം മാത്രമല്ല, സഹായം മാത്രമല്ല, ഉപരിയായി ആത്മീയമായ ഒരു കാര്യം. സ്തോത്രം. അതേ പലയിടങ്ങളും വചനത്തിൽ പറയുന്ന പോലെ നിങ്ങൾ കൂടി വരാൻ നിമിത്തമായിട്ട് ഓരോരുത്തരും ഒരു സങ്കീർത്തനമുണ്ട്, ഓരോരുത്തരും ഒരു അന്യഭാഷയുണ്ട്, ഒരു പ്രവചനമുണ്ട്, ഒരു വ്യാഖ്യാനമുണ്ട്. അപ്പോൾ ഓരോരുത്തരും അതുണ്ട്. അത് ഇല്ലാതെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആയിത്തീർന്നിരിക്കുന്നു. സ്തോത്രം. ദൈവമക്കൾക്ക് അന്യോന്യം പ്രബോധിപ്പിക്കുവാൻ അവർക്ക് സമയം കൊടുക്കുന്ന അനുഭവങ്ങൾ അത് കർത്താൻ ആത്മാ നമ്മൾ വളരെ ആഗ്രഹിക്കുന്നു. തീമോഥെയോസിന് പറയാണ്, നീ അത് ചെയ്താൽ നിനക്കും ഗുണം, നിന്നെ ആക്കി വച്ചിരിക്കുന്ന സഭയ്ക്കും അത് ഗുണം ആയിത്തീരും എന്ന് പൗലോസ് ഓർപ്പിക്കുകയാണ്. അതിന് 1-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 3-ാം വാക്യം, 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പൗലോസ് പറയുന്ന അന്യഥ ഉപദേശിക്കരുത് എന്നും വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല തർക്കത്തിനും മാത്രം ഉതകുന്ന, അപ്പോൾ കെട്ടുകഥകളൊക്കെ ആയിത്തീർന്ന അനുഭവം. സ്തോത്രം. അപ്പോൾ അന്യഥ ഉപദേശിക്കുന്ന അനുഭവമല്ല സഭയിൽ ആവശ്യമുള്ളത്. പിന്നെയോ സത്യവചനം ആണ് ഉപദേശമായി സ്തോത്രം നിലനിൽക്കേണ്ടത്. അത് നീ ശ്രദ്ധിക്കണം. നീ എഫെസോസിൽ താമസിക്കണം എന്ന് ഞാൻ മക്കെദോന്യയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. അപ്പോൾ അപേക്ഷയായിട്ടാണ് തൻ്റെ ആത്മീയ പിതാവായ പൗലോസ് തൻ്റെ നിജപുത്രനായ തിമോഥെയോസ് എഴുതുമ്പോൾ തന്നോട് അല്ലെങ്കിൽ നേരിട്ട് കണ്ടപ്പോൾ പറഞ്ഞത് അവർ അപേക്ഷയായിട്ട് നീ എഫെസോസിൽ പോയി ആ സഭാ ശുശ്രൂഷ ഏറ്റെടുക്കുന്ന അപേക്ഷയാണ്. ഒരു അപ്പനാണ്, അപ്പൻ എന്ന സ്ഥാനമുണ്ട്. മാത്രമല്ല സീനിയർ ഒരു പാസ്റ്ററാണ്. എന്നിട്ടും ആ പാസ്റ്ററിൻ്റെ ആ ഒരു സ്വഭാവം കാണാൻ താൻ ഈ മകനോട് അപേക്ഷിക്കുന്ന ഒരു അനുഭവം. കൂട്ടുവേലക്കാരനാണ്, മകനാണ്. പക്ഷെ എന്നാലും ഈ കാര്യം വന്നപ്പോൾ താൻ അവനോട് അപേക്ഷിക്കുകയാണ്. എന്താണ്? നീ ആ വേല പോയി, ആ സഭയെ നീ പോയി ഏറ്റെടുക്കണം. അത് പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. പക്ഷെ അതിനു മുമ്പാകെ നീ പതറിപ്പോകാതെ, ഭാരപ്പെട്ടു പോകാതെ. കാരണം നിൻ്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ഭീരത്തിന് ആത്മാവിനെയല്ല, ശക്തിയുടെയും സുബോധത്തിനും സ്നേഹത്തിന് ആത്മാവ് ആകൊണ്ട് നീ ആ ശക്തിയോടെ, ആ സുബോധത്തോടെ, ആ സ്നേഹത്തോടെ അവിടെ പോയി അത് ഏറ്റെടുത്ത് കാര്യങ്ങൾ ചെയ്യണം. അവരെ പഠിപ്പിക്കണം, ഗ്രഹിപ്പിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അന്യത ഉപദേശിക്കുന്ന അനുഭവങ്ങൾ അന്നേ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ചിലർക്ക് നുറഞ്ഞു കയറുന്ന അനുഭവങ്ങൾ പൗലോസ് കാലത്ത് ഉണ്ടായിരുന്നു. അത്രയും 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ ആര് കണ്ടാലും വിവേചനാത്മാവോടെ വിവേചിക്കാൻ കഴിവുള്ള മനുഷ്യൻ്റെ സഭയിൽ തന്നെ തൻ്റെ അതേ സഭാ ശുശ്രൂഷയിൽ തൻ്റെ കാലത്ത് ആ സഭയിൽ നടന്നെങ്കിൽ അതിനുശേഷം പലരും നുഴഞ്ഞു വന്ന് കയറി എന്ന് താൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ പോയ ശേഷം പലരും ചെന്നായ്ക്കൾ കയറി വരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ താൻ ഉള്ള സമയത്തോളം സത്യവചനത്തിന് കോട്ടം വരാതെ പ്രൈസ് ദി ലോർഡ് മറ്റുള്ളവർ അല്ലെങ്കിൽ നുഴഞ്ഞു കയറി വന്ന് സഭയെ തകർക്കുവാൻ ശ്രമിക്കുന്ന ശ്രമങ്ങൾ ഇല്ലാതെ പക്ഷം താൻ അത് തൻ്റെ ആ ദൈവം ഏൽപ്പിച്ച തോട്ടത്തെ താൻ സൂക്ഷിച്ചു എന്ന് ദൈവവചനത്തിൽ പൗലോസ്
പൗലോസ് സാക്ഷ്യം പറയുന്നുണ്ട്, താൻ അത് ഉറപ്പിച്ച് പറയുകയാണ്. അപ്പോൾ താൻ ചെയ്ത കാര്യം അത് തിമോഥെയോസ് പറയാൻ, നീയും അത് ചെയ്യണം. കാരണം സഭയെ തകർക്കാൻ വേണ്ടിയാണ് പിശാച് ആദ്യം മുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും അവൻ്റെ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം നമ്മൾ വായിക്കുന്നത് അതിൻ്റെ പകുതി ഭാഗം തൊട്ട് വായിക്കുന്നത്, ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞ് അവൻ മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ അടുക്കൽ അവൻ ഇറങ്ങി വന്നിരിക്കുന്ന മഹാക്രോധത്തോടെയാണ്. അത് ഒരു ദൈവദാസനെ, ഒരു ദൈവ പൈതലെ, മകനെ തകർക്കാൻ വേണ്ടി, ഒരു ദൈവിക കുടുംബത്തെ തകർക്കാൻ വേണ്ടി, അല്ല ഒരു സഭയെ തകർക്കാൻ വേണ്ടിയാണ് അന്നും ഇന്നും അവൻ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദുഷ്ടൻ്റെ ആശ നശിച്ചു പോകും എന്ന വചനം പറയുന്ന പോലെ സ്തോത്രം, അവൻ്റെ ആശ പക്ഷെ നശിക്കണമെങ്കിൽ നാം ആത്മാവിൽ, നമ്മുടെ സഭകൾ ആത്മാവിൽ ജീവിച്ച് പ്രവർത്തിച്ചാലേ അത് സാധിക്കുള്ളൂ. അതിനുവേണ്ടി വില കൊടുത്താലേ സാധിക്കുള്ളൂ. സ്തോത്രം, അല്ലെങ്കിൽ ആത്മാവിലെ അതേ സ്തോത്രം, അതേ ഒരു എരിവ് പേസലോ നമ്മുടെ പിതാക്കന്മാർക്കുണ്ടായ ഈ കേരളത്തിലുള്ള അല്ലെങ്കിൽ തൃശ്ശൂരിലുള്ള പാലക്കാടുള്ള സ്തോത്രം പത്തനംതിട്ടയുള്ള പിതാക്കന്മാർ, ആദ്യ പിതാക്കന്മാർ 50 വർഷം മുമ്പേ 100 വർഷം മുമ്പേ ജീവിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചുമല കൊടുത്ത, അതിന് വില കൊടുത്ത, സ്വന്തം ജീവനെ പ്രാണനെ സ്നേഹിക്കാതെ കർത്താവിന് വില കൊടുത്ത അനേകരുണ്ട്. അവരുടെ ആ അത് ആ വിലയുടെ അത് അർത്ഥം നാമാണ് ഇന്ന് അനുഭവിക്കുന്നത്. അതിന് അനുഗ്രഹങ്ങൾ നമ്മളാണ് ഇന്ന് അനുഭവിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് നമുക്ക് പിൻവരുന്ന നമ്മുടെ ഇപ്പോഴുള്ള തലമുറയും ഇനി കർത്താവിൻ്റെ വരെ താമസിച്ച ഒരു തലമുറ ഉണ്ടായാൽ ആ തലമുറക്ക് നിലനിൽക്കണമെങ്കിൽ നാം വില കൊടുത്താലേ മതിയാവത്തുള്ളൂ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിനുവേണ്ടി സമയങ്ങൾ വേർതിരിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് താൻ തന്നെ പറയും, നമ്മളെ പഠിപ്പിച്ച കർത്താവ് ഒരു കാര്യമാണല്ലോ. പ്രൈസ് നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ ഉപവസിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, അതേപോലെ കർത്താവിനെ സന്നിധിയിൽ നാം പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ, നാം ഉപവസിക്കുന്ന അനുഭവങ്ങൾ, അപ്പോൾ ഒറ്റയ്ക്ക് അതേ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന അനുഭവം ഉണ്ട്. കൂടാതെ കുടുംബമായി ചെയ്യേണ്ട ആവശ്യകത ഉണ്ട്, സഭയായി ചെയ്യേണ്ട ആവശ്യകത ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതെല്ലാം സ്വന്തം ചെയ്താലേ നമുക്ക് നിലനിൽക്കുവാൻ, പോരാട്ടം നമുക്കുണ്ട്, പോരാടി ജയിക്കുവാൻ നമുക്ക് സാധിക്കുള്ളൂ. കാരണം പിശാച് എങ്ങനെയെങ്കിലും പ്രൈസ് ദി ലോർഡ് ഒരാളെ തകർക്കുവാൻ വേണ്ടി, അതേ അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങണ്ടു എന്ന് അവൻ തക്കം നോക്കിയിരിക്കുകയാണ്, അവൻ ഊടാടി സഞ്ചരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവൻ്റെ ആ അനുഭവത്തിൽ നിന്ന് അത് മനസ്സിലാക്കി ജയിക്കണമെങ്കിൽ നമുക്ക് പ്രാർത്ഥന അല്ലാതെ ഏത് പോരാടി പ്രാർത്ഥിക്കുവാൻ, ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ, സ്തോത്രം, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ, രാത്രി മുഴുവൻ എന്ന് പ്രാർത്ഥിക്കുവാൻ, കണ്ണീരോടെ പ്രാർത്ഥിക്കുവാൻ, മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, സഭയായി പ്രാർത്ഥിക്കാൻ, കുടുംബമായി പ്രാർത്ഥിക്കാൻ, വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ ഒക്കെ കർത്താവ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നു. വചനം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നു. പ്രാർത്ഥന സദാകാലം ഉണർന്ന് പ്രാർത്ഥിച്ചാലേ പ്രൈസ് ദി ലോർഡ് സ്തോത്രം നമുക്ക് ഉപജീവനങ്ങൾ മാർഗങ്ങളെ നമ്മുടെ ദൈവമക്കൾക്ക് അത് പറഞ്ഞു കൊടുത്ത് ധൈര്യപ്പെടുത്താൻ നമുക്ക് സാധിക്കുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളത് ചെയ്യുന്ന ദൈവദാസന്മാർ ആകുമെന്ന് വ്യക്തമായി എനിക്കറിയാം, ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അത് വ്യക്തമായ സഭകളിൽ പലപ്പോഴും നമുക്ക് പറയാൻ സാധിക്കാത്ത ഒരു ഒഴുക്കമായിട്ട് നമ്മൾ പറയുന്നുണ്ട്, പ്രസംഗത്തിൽ പറയുന്നുണ്ട്. പക്ഷെ അതല്ല കർത്താവിവിടെ പറയുന്ന പോലെ ഗ്രഹിപ്പിക്കണം. പ്രൈസ്. ചിലപ്പോൾ വീട്ടിൽ പോയി പറയേണ്ട ആവശ്യം ഉണ്ടാവും. സഭയിൽ മാത്രം പ്രസംഗത്തിലല്ലോ ഒരു മണിക്കൂർ, അരമണിക്കൂർ, 3/4 മണിക്കൂർ, 1.5 മണിക്കൂർ എല്ലാം ഉപരിയായി ചിലപ്പോൾ ഭവനങ്ങളിൽ കടന്നു ചെന്ന് വിസിറ്റിങ്ങിന് പോകുമ്പോൾ അത് ഉറപ്പിച്ച് അത് ധൈര്യപ്പെടുത്തി തന്നെ സ്തോത്രം. അതേ പ്രൈസ് ഇന്ന് പലരും അതേ ദൈവാത്മാവ് ഓർപ്പിച്ചൊരു വിഷയമായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ ഇങ്ങനെ സ്തോത്രം ധ്യാനിച്ചപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദൈവാത്മാവ് ഓർപ്പിച്ച ഒരു വചനമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പൊതുവെ പറയുന്ന കല്യാണങ്ങൾക്കൊക്കെ വിവാഹത്തിന് വേണ്ടി നമ്മൾ വായിച്ച് വിടുന്ന ഒരു വാക്യമാണ്. അത് പരീക്ഷന്മാർ വന്ന് യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി അവൻ്റെ അടുക്ക വന്നിട്ട് ചോദിച്ചു, ഏത് കാരണം ചൊല്ലിയും സ്തോത്രം ഭാര്യ ഉപേക്ഷിക്കാൻ സ്തോത്രം സാധിക്കുമെന്ന് ചോദിക്കുന്നത്. അവനെ പരീക്ഷ ചോദിച്ചതാണ്, ഏത് കാരണം ചൊല്ലി, അങ്ങനെ അവിടെ വാക്യം പറയുന്നത്, ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കാൻ സാധിക്കുമോ, അത് വിഹിതമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിന് മറുവശം ദൈവാത്മാവിനെ ഓർപ്പിച്ചത്, അതുപോലെ ഏത് കാരണവും ചൊല്ലി സ്വതം ഉപേക്ഷിക്കാമോ എന്ന് പറയുന്ന ഒരു അനുഭവം ഇന്ന് ഈ കാലങ്ങളിൽ നമ്മുടെ സഭ, നാം കർത്താവിന് മണവാട്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ മണവാട്ടി സഭ ഇന്ന് ചെയ്യുന്ന എന്താണ്? ഭാര്യ ഉപേക്ഷിക്കുകയല്ല, ഭർത്താവിനെ ഉപേക്ഷിക്കുക. സ്വതം ഏത് കാരണം ചൊല്ലി ഭർത്താവ് ആക്കി വെച്ച തന്ന കൂട്ടങ്ങളെ, എന്നാൽ നമ്മുടെ സഭായോഗങ്ങളെ, ഇബ്രാഹിം അങ്ങനെയാണല്ലോ പറയുന്നത്, നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ ആ ഉപേക്ഷ ഭർത്താവ് ഭാര്യനെ ഏത് കാരണം ചൊല്ലി ഉപേക്ഷിക്കാമോ എന്ന് ചോദിച്ച ആ ഉപേക്ഷ തന്നെയാണ് ഇവിടെയും ദൈവാത്മാവ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കുന്ന അനുഭവം നമുക്ക് കാണാൻ സാധിക്കും. പാസ്റ്റർമാരെ നിങ്ങൾക്ക് നല്ലോണം അറിയാം, നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്വതം എന്ത് സഭായോഗം എന്ന് പറയുന്നത് ഞായറാഴ്ച അല്ല. അന്നും 1-ാം നൂറ്റാണ്ട് എഴുതപ്പെടുമ്പോഴും സ്വതം നമ്മുടെ പിതാക്കന്മാർ അവരുടെ കാലങ്ങളിലും സഭായോഗം ആചരിച്ചത് ഞായറാഴ്ച മാത്രമല്ല, അവർ കൂടി വരുന്ന സമയങ്ങളെല്ലാം അത് സഭായോഗമായിരുന്നു. കാരണം സഭയായിട്ടാണ് അവർ കൂടി വന്നത്. ഇന്ന് നമ്മുടെ സഭാ രജിസ്റ്ററിൽ 10 പേരോ 10 കുടുംബമോ 50 കുടുംബമോ ഉണ്ടെങ്കിൽ സ്വതം ആ 50 പേരും കൂടി വന്നാലേ സഭയായിട്ട് കർത്താവ് കണക്കാക്കുള്ളൂ.
അത് പകുതി പേരാ ഇന്ന് വരുന്നത്, അല്ല പേരാ വരുന്നത്. പ്രൈസ് ലോർഡ്. ഓരോ കാര്യം ചൊല്ലി അവർ ഉപേക്ഷിക്കുന്ന അനുഭവം, സ്തോത്രം, അത് കർത്താവ് ഒത്തിരി ദുഃഖിക്കുന്ന, ക്രോധമല്ല ഞാൻ പറയുന്നത്, സ്തോത്രം, കർത്താവിന് ദുഃഖം ഉള്ള വിഷയമാണ്. എൻ്റെ സ്തോത്രം മക്കൾ കൂടി വരുവാൻ അവർ ലോകത്തിൻ്റെ ഓരോ കാര്യം പറഞ്ഞ് അവരെന്നെ ഉപേക്ഷിക്കുന്ന അനുഭവമാണ് ദൈവത്തിന് കാണാൻ സാധിക്കുന്നത്. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് അവരെ ഉത്സാഹിപ്പിക്കുവാൻ കർത്താവ് നമ്മൾ ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. തീമോഥെയോസിൻ്റെ 1-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, അവിടെ പൗലോസ് എഴുതുമ്പോൾ പറയാണ്, എന്നാൽ സകല മനുഷ്യർക്കും. അപ്പോൾ ഒന്നാമത്തെ ആ ഭാഗത്ത് താൻ പഥ്യോപദേശത്തെക്കുറിച്ചും സത്യോപദേശത്തെക്കുറിച്ചും പറയുമ്പോൾ, 2-ാമത്തെ അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. തന്നോട് തീമോഥെയോസ് പറയുന്ന പ്രാർത്ഥനയെക്കുറിച്ച് അതിൻ്റെ വിഷയങ്ങൾ താൻ അവിടെ പറയണം. അപ്പോൾ എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവിതം കഴിക്കേണ്ടതിന്, വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി, സ്തോത്രം, അതേ യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രം ചെയ്യണമെന്ന് ഞാൻ സകലത്തിനും മുൻപേ നിന്നെ പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ സകലത്തിനും മുൻപേ പ്രബോധിപ്പിക്കേണ്ട ഈ വിഷയം പക്ഷേ താൻ എഴുതുന്ന 2-ാമത്തെ അധ്യായത്തിലാണ്. അതുകൊണ്ട് തന്നെ സകലത്തിനും മുൻപേ ചെയ്യേണ്ട ഒരു കാര്യമാണ് സകല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളത്. സ്തോത്രം. കഴിഞ്ഞ ഞായറാഴ്ചയും സ്തോത്രം രാജൻ പാസ്റ്ററാണ് ശുശ്രൂഷിച്ചത്. പാസ്റ്ററിൻ്റെ ആ അനുഭവങ്ങൾ ഓർത്ത് താൻ പങ്കുവച്ച വചനങ്ങൾ, അതേ സ്തോത്രം, വളരെ ഭയത്തോടെ താൻ പറഞ്ഞ കാര്യങ്ങൾ